Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. അത് ശ്രീല പ്രഭുപാദും മുതിർന്ന ശിഷ്യന്മാരും തമ്മിലുള്ള ഇടപഴകലുകളാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിലെ ഒരു ഡിവോട്ടിയാണ് ധനഞ്ജയദാസ് എന്ന് പറഞ്ഞൊരു ഭക്തൻ. അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു ഭക്തനാണ്. അപ്പം ഒരു വേളയിൽ ശ്രീല പ്രഭുപാദ് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ സമയത്തുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ പ്രഭുപാദിന് ഈ റോമൻ സാമ്രാജ്യത്തിലെ ശേഷിപ്പുകളും പിന്നെ അവിടുത്തെ രീതിയിലുള്ള ബിൽഡിങ്സും എല്ലാം പ്രഭുപാദ് കാണുകയുണ്ടായി. അപ്പോൾ പ്രഭുപാദ് അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അത് ഓരോരോ ആർക്കിടെക്ചറൊക്കെ കണ്ടിട്ട് അതിൻ്റെ കൊത്തുപണികളും ഇതെല്ലാം കണ്ടിട്ട് പ്രഭുപാദ് പറയും ഇതെല്ലാം വൈദിക സംസ്കാരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറയും. അവിടെ നിന്നാണ് ഈ സംസ്കാരം എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ആ വൈദിക സംസ്കാരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് വ്യത്യാസത്തോടുകൂടി ഈ റോമ സാമ്രാജ്യത്തിലൊക്കെ കാണുന്നതെന്ന് പ്രഭുപാദ് പറയും. അപ്പം അത് ആ യഥാർത്ഥ ആ ഒരു കോറിൽ നിന്നാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രഭുപാദ് പറയും അതുകൊണ്ട് കൃഷ്ണാബോധം വന്നിരിക്കുന്നത് ഒറിജിനൽ സംസ്കാരത്തിൽ നിന്നാണ്. അപ്പോൾ അതിന് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇറ്റലിയിൽ വെച്ചാണ് പ്രഭുപാദ് വേറൊരു പുതിയൊരു പുസ്തകം എഴുതാനായിട്ട് തുടങ്ങിയത്. ഹൗ ടു സോൾവ് ഓൾ ദ വേൾഡ് പ്രോബ്ലംസ് ത്രൂ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം എഴുതാനായിട്ട് പ്രഭുപാദ് തുടങ്ങിയതും അവിടെ വെച്ചാണ്. പ്രഭുപാദ് ആ സന്ദർഭത്തിൽ അവിടെ വരുമ്പം മോർണിംഗ് വാക്കിലൊക്കെ പോകുമ്പം എപ്പോഴും ഡിവോട്ടീസിനോട് പറയും ഓരോരോ ലോകത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനായിട്ട് പറയും. എന്നിട്ട് പ്രഭുപാദ് തന്നെ കൃഷ്ണാബോധത്തിലൂടെ അതിന്റെ ഉത്തരങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പം ഒരു വട്ടം ഈ 1974 സംഭവിക്കുന്നത്. അന്നും 1974 ഇതേപോലെ ഒരു പെട്രോളിയം ഇതിന്റെ പ്രതിസന്ധി ഉണ്ടായി, ഇപ്പോൾ ഉള്ള പോലത്തെ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രഭുപാദ് പറയുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് അതിന്റെ കാല് വെച്ചും പിന്നെ കാളവണ്ടി, കുതിരവണ്ടി, ഒട്ടകം, ആന ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നത്. പക്ഷെ കാലക്രമേണ കലിയുഗം വന്നപ്പോഴാണ് ഇപ്പം ഈ മോട്ടോർ കാറുകളുടെയൊക്കെ ഇത് വന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സംസ്കാരം അധികകാലം നിലനിൽക്കില്ല എന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് പറയുന്നു ഈ പെട്രോളും ഓയിലും വറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാൻ പറ്റുക, പിന്നെ ഈ മോട്ടോർ കാർ കൊണ്ട് ഉപയോഗമില്ലാതാകും എന്ന് ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. പ്രഭുപാദ് അന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എന്നിട്ട് പ്രഭുപാദ് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, അത് മാത്രമല്ല, കാരണം നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കാര്യം അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യത്തിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അതിന്റെ പുറകിൽ പ്രശ്നങ്ങൾ വരും. അത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ആ സമയമൊന്നും നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റത്തേയില്ല എന്ന് പ്രഭുപാദ് പറയും. ഉദാഹരണം വെച്ചപ്പോൾ ഒരു കാളവണ്ടിയിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് പുല്ലും വെള്ളവും കൊടുത്താൽ മതി, വേറെ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ ഈ ഓയിൽ പ്രതിസന്ധിയൊക്കെ വരുമ്പം എത്രമാത്രം രാജ്യങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി എന്തുമാത്രം ശ്രമങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പം അത്രയും സമയവും അവർക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അതാണ് ധനഞ്ജയ പ്രഭു പറയുന്നത്. പ്രഭുപാദ് എന്തുകൊണ്ടാണ് സിമ്പിൾ ലിവിങ് ഹൈ തിങ്കിങ് എന്ന് പറഞ്ഞത്. അങ്ങനെ ലളിതമായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടൂ എന്നുള്ളത് പ്രഭുപാദ് അവിടെ ആ ഒരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു എന്ന് ധനഞ്ജയ പ്രഭു പറയും.